ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുന്നത് വിധവയുടെ കാണിക്കയെക്കുറിച്ചാണ്. ലുക്കായുടെ സുവിശേഷം 21 അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയത്തിൽ നേർച്ചയിടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ 2 ചെമ്പുതൊട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു. അവൻ പറഞ്ഞു, ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിലുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മുൻപിൽ എങ്ങനെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കണം, എങ്ങനെ ഞാൻ അവിടത്തേക്ക് എന്നെ കൊടുക്കണം, അതാണ് ഈ വചനഭാഗം വായിച്ച് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അവിടത്തേക്ക് നിൻ്റെ കഴിവുകളോ നിൻ്റെ വലിയ സമ്പാദ്യങ്ങളോ ഒന്നുമല്ല. ഒത്തിരി പേര് വന്ന് ഒരുപാട് നേർച്ചകളൊക്കെ ഇട്ട് കടന്നുപോയി. ഇതെല്ലാം ഈശോ കാണുകയാണ്. എന്നിട്ട് ചെറിയ 2 ചെമ്പുതൊട്ടുകൾ കൊണ്ടുവന്നിട്ടപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ഇത്രമാത്രം പറയാൻ എന്തിരിക്കുന്നുവെന്ന് നമുക്ക് തോന്നാം. ഈശോ നീ കൊണ്ടുപോകുന്ന സമ്മാനത്തിൻ്റെ വലിപ്പമല്ല, മറിച്ച് നിൻ്റെ കൈകളിലുള്ള അല്ലെങ്കിൽ നിൻ്റെ ഹൃദയത്തിലുള്ള ആ സമർപ്പണത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ ആഴം ഈശോ ഒന്നളന്നു എന്നാണ് എനിക്ക് തോന്നുക. ആ വിധവ അത് കൊണ്ടുപോയി ചെമ്പുതൊട്ടുകൾ ഇട്ടത് അവൾക്ക് കൂടുതൽ ഉള്ളത് കൊണ്ടല്ല, അവൾക്കുള്ളത് മുഴുവൻ നിക്ഷേപിക്കാൻ ഒറ്റയൊരു കാരണമേ ഉള്ളൂ. ഹൃദയത്തിൻ്റെ ആഴത്തിൽ വലിയ ഒരു സ്നേഹം ദൈവത്തോടുണ്ടായിരുന്നു. ഈ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഒന്നും മാറ്റിവെക്കാതെ മുഴുവനും കൊടുക്കാനായിട്ട് പറ്റി. വലിയ ഒരു സ്നേഹം എനിക്ക് ദൈവത്തോട് തോന്നിപ്പോകുന്ന നിമിഷങ്ങളിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ സമ്പൂർണ്ണ സമർപ്പണങ്ങൾ നടക്കുക. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രത്യേകിച്ച് ലൂക്കായുടെ സുവിശേഷം വായിച്ച് കടന്നു പോകുമ്പോൾ 3 വിധവകളെ നാം കണ്ടുമുട്ടുന്നുണ്ട്. ഒന്ന് ലൂക്കായുടെ സുവിശേഷം 21 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ കാണുന്ന വിധവ, കാണിക്കിടുന്ന വിധവ. രണ്ടാമത്തെ വിധവ എന്ന് പറയുക ദുഷ്ടനായ ഒരു ന്യായാധിപനെ മുട്ടി വിളിച്ചെഴുന്നേൽപ്പിച്ച് അവൻ്റെ പക്കൽ നിന്ന് അനുഗ്രഹം മേടിക്കാൻ നെഞ്ചുറപ്പ് കാട്ടുന്ന ഒരു വിധവ. മൂന്നാമത്തെ ഒരു വിധവ എന്ന് പറയുക ലുക്കായുടെ സുവിശേഷം 7 അധ്യായം 11 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ നാം കാണുന്നു. നായിമിലെ വിധവ. അവൾക്ക് എന്താണ് പ്രത്യേകത? തൻ്റെ പുത്രൻ്റെ ശവമഞ്ചത്തിൻ്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് നടന്നു പോകുന്ന ഒരു സ്ത്രീയെ നാം കാണുന്നുണ്ട്. ചുറ്റും ഒരുപാട് ആളുകളൊക്കെയുണ്ട്. പക്ഷെ അവൾ വിതുമ്പിക്കരയുന്നു, അലമുറ ഇടുന്നില്ല. മനസ്സ് മുഴുവൻ ദൈവസന്നിധിയിലേക്ക് എടുത്തു വെച്ച് വിതുമ്പലോടെ തൻ്റെ ഏക ആശ്രയവും നഷ്ടപ്പെട്ടല്ലോ എന്ന് വിചാരിച്ച്, എന്നാൽ ദൈവഹിതത്തിൻ്റെ മുമ്പിൽ തലകുനിച്ച് കടന്നു പോകുന്ന ഒരു നായിമിലെ വിധവയെ നാം കണ്ടുമുട്ടുന്നുണ്ട്. ഇവളുടെ ഈ മനസ്സിൻ്റെ ഭാവം കാണുമ്പോൾ ഈശോ നടന്നു വരികയാണ്. അവൾ ഉറക്കെ പ്രാർത്ഥിക്കുന്നതായി നാം കാണുന്നില്ല. അവൾ ആരോടും പരാതി പറയുന്നത് നാം കാണുന്നില്ല. ആരോടും ഒരു വാക്കുപോലും ഉച്ചരിക്കുന്നതായി നാം കാണുന്നില്ല. അവരുടെ പ്രത്യേകത ഒന്നേയുള്ളൂ, ദൈവം അനുവദിച്ച ഈ സഹനത്തിന് സമർപ്പണം ചെയ്തിരിക്കുന്ന ഒരു വിധവ. ലൂക്കായുടെ സുവിശേഷം 7 അധ്യായം 12 വചനം നാം ഇങ്ങനെ വായിക്കുന്നു. അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടുവരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏക പുത്രനായിരുന്നു അവൻ. പട്ടണത്തിൽ നിന്ന് വലിയ ഒരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, എന്നെ ഈശോ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കിയില്ല, എന്നെ ചുറ്റുമുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. ശവമഞ്ചത്തിൻ്റെ പിന്നാലെ വിതുമ്പിക്കരഞ്ഞുകൊണ്ട് പോകുന്ന ഒരു വിധവയെ നാം കാണുമ്പോൾ അവളെ കാണാനായി അവളുടെ അടുക്കിലേക്ക് വരുന്ന ഒരു യേശുവിനെ ഇവിടെ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വരുന്ന സഹനങ്ങളുടെ മുൻപിൽ എന്നെ തന്നെ ഒന്ന് സമർപ്പിക്കുമ്പോൾ, അവൻ്റെ ഹിതത്തിൻ്റെ മുൻപിൽ ഞാൻ അടിയറ വയ്ക്കുമ്പോൾ എന്നെ കാണാൻ എൻ്റെ ഈശോ വരും. എന്നെ കാണാൻ എൻ്റെ തമ്പുരാൻ അടുത്തു വരും. അതുതന്നെയല്ല ഇവിടെ നാം കാണുക. ലൂക്ക 7:13 അവളെ കണ്ട് മനസ്സരിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയണ്ട എന്ന്. ഈശോ നിന്നെ കാണാൻ വന്നു എന്നത് മാത്രമല്ല, അടുത്ത ഈശോ എന്തു ചെയ്തു? ലൂക്ക 7:14
അവൻ മുന്നോട്ട് വന്ന ശവമഞ്ചത്തിൻ്റെ മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക എന്ന്. ഈശോ തൊട്ടു, ഈശോ സംസാരിച്ചു. ന്യായമിലെ വിധവയ്ക്ക് സഹനത്തിൻ്റെ മുമ്പിൽ സമർപ്പണം ചെയ്തപ്പോൾ 3 കാര്യങ്ങൾ കിട്ടി. അവരുടെ അടുക്കലേക്ക് ഈശോ കടന്നു വന്നു. ഈശോ സ്വരമുയർത്തി അവിടെ സംസാരിച്ചു. ഈശോ അവളുടെ ആവശ്യത്തിൻ്റെ മേൽ തൊട്ടു. ഈശോ അവളുടെ ആവശ്യത്തിൻ്റെ മേൽ തൊട്ടു. അവൾക്ക് അവിടെ സമ്പത്ത് വാരി വിതറി കൊടുക്കൂ ഒന്നുമല്ല ചെയ്തത്. അവൾക്കൊറ്റയൊരു ആവശ്യമുണ്ടായിരുന്നു, ഏകപുത്രനെ ഒന്ന് ഉയർപ്പിക്കണമെന്നത്. ഈശോ എന്താ ചെയ്തേ? ഈശോ അത് ചെയ്തു കൊടുത്തു, തൊട്ടു ആ ആവശ്യത്തിൻ്റെ മേൽ. ഇതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളെ തമ്പുരാൻ്റെ മുമ്പിൽ അടിയറ വെച്ച് ഞാൻ സമ്പൂർണ്ണമായി സമർപ്പിച്ച് നിശബ്ദമായി ദിവസങ്ങൾ പിന്നിടുമ്പോൾ എൻ്റെ ഹൃദയം ദൈവവുമായി ഒട്ടിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും ഈശോ. എന്നോട് അവൻ സംസാരിക്കും. അവൻ എൻ്റെ ആവശ്യത്തിൻ്റെ മേൽ തൊടും. എന്നെ ശ്രവിക്കുന്നവർ ഏതൊക്കെ വേദനകളിലായിരിക്കുന്നുവോ അവരിങ്ങനെയൊന്ന് ചിന്തിക്കണം, ഈ സഹനത്തിൻ്റെ മുമ്പിൽ ഒന്ന് സമർപ്പിക്കണം. അവിടുന്ന് അറിയാതെ മുടിയിഴ പോലും കൊഴിയുന്നില്ലെങ്കിൽ ഈ വേദനകളിൽ ഒരുപക്ഷെ പ്രിയപ്പെട്ടവരുടെ വേർപാടാവാം, ഒരുപക്ഷെ വലിയ ബിസിനസ്സിൻ്റെ തകർച്ചകളാവാം, ഒരുപക്ഷെ രോഗത്തിൻ്റെ പിഴകളാവാം. നീ സമർപ്പിക്കവിടെ. അവിടെ ഈശോ കടന്നു വരും. ഏത് ആവശ്യത്തിൻ്റെ മേലാണോ അവിടുന്ന് തൊടേണ്ടതെന്ന് നീ ഒന്ന് കാണിച്ചു കൊടുക്കാൻ അവൻ്റെ മുമ്പിൽ ഒന്ന് നിന്നു കൊടുത്താൽ മതി. ഒരു വാക്കുപോലും പറയണമെന്നില്ല. ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സിൻ്റെ ആഴങ്ങൾ തിരിച്ചറിഞ്ഞ്, വേദനകൾ തിരിച്ചറിഞ്ഞ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു തമ്പുരാനുണ്ട്. അതിന് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ, സമർപ്പണം. സമർപ്പിക്കുക മാത്രം. സമർപ്പിച്ചെടുത്ത് പിന്നെ വീണ്ടും ഒരു മാറ്റലില്ല. കൊടുത്തു, സറണ്ടർ ചെയ്തു ദൈവഹിതത്തിൻ്റെ മുമ്പിൽ. അവിടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കാൻ തുടങ്ങും. അവിടെ അവരുടെ ജീവിതത്തിന് സന്തോഷം ഈശോ വെച്ചു കൊടുത്തു. മകനെ ഉയർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ലൂക്ക 7:16 എല്ലാവരും ഭയപ്പെട്ടുവെന്ന്. പ്രിയപ്പെട്ടവർ, ഈ വചനം പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരും ഭയപ്പെട്ടുവെന്ന് അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നുവെന്ന്. എൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളെ ദൈവഹിതമായി കണ്ട് ഞാനത് എൻ്റെ തമ്പുരാൻ്റെ പക്കൽ സമർപ്പിച്ചു കഴിയുമ്പോൾ, എൻ്റെ നാഥൻ വന്ന് എൻ്റെ മേൽ തൊടുമ്പോൾ ഒരു വലിയ സംഭവം എനിക്ക് മാത്രമല്ല സംഭവിക്കുക, രക്ഷയുണ്ടാവുക, ആനന്ദമുണ്ടാവുക. ചുറ്റുമുള്ളവരുടെ നാവിൽ നിന്ന് ദൈവസ്തുതികൾ ഉയരും. ഇത് ഒരു സമർപ്പണത്തിന് സാധിക്കുന്ന അനുഭവമാണ്. അവരെല്ലാവരും ദൈവഭയത്തിൽ നിറഞ്ഞുവെന്നും ദൈവസ്തുതികൾ ആലപിച്ചുവെന്നും വചനം എഴുതി വച്ചിരിക്കുന്നു. സമർപ്പിക്കുമ്പോൾ, സങ്കടങ്ങളുടെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ഈശോ ഒന്ന് തൊട്ട് കഴിയുമ്പോൾ അവിടെ ദൈവസ്തുതിപ്പുകൾ ഉയരും. അവിടെ വലിയ സമർപ്പണമുണ്ടാകുന്നു, ദൈവഭയമുണ്ടാകുന്നു. എൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ, ഈ വേദനകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ കൊടുക്കുക. അവന് മുഴുവനായി വിട്ടുകൊടുക്കുമ്പോൾ അവൻ അടുത്തു വന്ന് അനുഗ്രഹിക്കും. ലുക്കായുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനങ്ങളിൽ നാം കാണുന്നു. ന്യായാധിപനും വിധവയും. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു അവരോട് ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിലൊരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട്, എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്നപേക്ഷിക്കാൻ തുടങ്ങി. കുറേ നാളത്തേക്ക് അവനത് ഗവനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യനെ മാനിക്കുകയോ ചെയ്യുന്നില്ല. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കുമെന്ന്, അല്ലെങ്കിൽ അവൾ കൂടെ വന്ന് എന്നെ അസഖ്യപ്പെടുത്തുമെന്ന്. പ്രിയപ്പെട്ടവരെ, ന്യായാധിപൻ നീതിരഹിതനായിരുന്നു, ദുഷ്ടനായിരുന്നു. പക്ഷെ അവൻ്റെ മുമ്പിൽ വീണ്ടും വീണ്ടും ചെന്ന് മുട്ടുന്ന ഒരു വിധവയെ നാം കാണുന്നുണ്ട്. നീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിധവ. ഈ വിധവയുടെ ജീവിതത്തിലേക്ക് അതുവരെ കുറേ നാളുകൾ ചോദിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ന്യായാധിപൻ ഒരു റെസ്പോൺസും കൊടുക്കാതിരുന്നിട്ടും ഈ സമയം പെട്ടെന്ന് ന്യായാധിപന് തോന്നുകയാണ്, ഇനി ഇത് ഞാൻ ചെയ്തു കൊടുക്കണമെന്ന്. അങ്ങനെ ഒരു തോന്നൽ, അതുപോലെ മുട്ടുന്ന ഒരവസ്ഥ. ഈ ഒരവസ്ഥയിൽ തമ്പുരാൻ്റെ പക്കൽ നമ്മളും പോയി ചോദിച്ചു കൊണ്ടിരിക്കണം. എനിക്ക് എൻ്റെ ഈശോ ഒന്നും നിഷേധിച്ചിട്ടില്ല എന്ന് പറയാൻ നമുക്ക് പറ്റണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കൊച്ചുറേസ്യ പറയാറില്ലേ, ഞാൻ എൻ്റെ ഈശോ ചോദിച്ചിട്ട് ഈശോ എനിക്ക് തരാത്തതായി ഇന്ന് വരെ ഒന്നുമില്ല എന്ന്.
അതുപോലെ നിരന്തരം ചോദിക്കാൻ, എളിമപ്പെടാൻ, ഞാൻ എവിടെ പോകും, എനിക്ക് മറ്റെവിടെ ആശ്രയം? ആ ഒരു വലിയ മനോഭാവമാണ് ഈ വിധവയ്ക്കുള്ളത്. എനിക്ക് വേറെ ഒരു സ്ഥലവുമില്ല പോകാൻ, എനിക്ക് വേറെ ആരും തരാനില്ല, നീ തന്നെ എനിക്ക് തരണം. അതുപോലെ തമ്പുരാൻ്റെ പക്കൽ പോയിരുന്ന് ചോദിക്കണം. ഈ ഒരു മനോഭാവമാണ് ഈ വിധവ നമുക്ക് കാണിച്ചു തരിക. നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു വിധവയെ നാം കാണുന്നു. ആത്മാർത്ഥമായി അർപ്പണം ചെയ്യുന്നൊരു വിധവയെ നാം കാണുന്നു. സഹനങ്ങളിൽ നിശബ്ദമായി ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വിധവയെ നാം കാണുന്നുണ്ട്. ഈ 3 സ്ഥലത്തും നാം കടന്നു പോകുമ്പോൾ നാം കാണുന്ന ഒരു കാര്യം, ലൂക്ക 21-ാമത്തെ അധ്യായത്തിൽ വിധവ നേർച്ചയിടുന്നത് കണ്ട ഒരു യേശുവിനെ നാം കാണുന്നു. ലൂക്കായുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നു പ്രവർത്തിക്കുന്ന ഒരു യേശുവിനെ നാം കാണുന്നു. കണ്ടു, പ്രവർത്തിച്ചു. അടുത്തത് ലൂക്കായുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ ഉത്തരം കൊടുക്കുന്ന ഒരു യേശുവിനെ കാണുന്നു. പ്രിയപ്പെട്ടവരെ, കണ്ട് പ്രവർത്തിച്ച് ഉത്തരം തരുന്ന ഒരു യേശുവിനെ നിൻ്റെ ജീവിതത്തിൽ ഈ വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ നീ കണ്ടുമുട്ടണം. സഭയുടെ പക്കൽ നമുക്ക് തരാൻ ഒറ്റയൊരു നിധിയേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. എൻ്റെ കർത്താവേ, നീ എൻ്റെ ജീവിതത്തിലേക്ക് വേഗം വരണമേ എന്ന് പറയണം. ഈ വിധവകളുടെ 3 പേരുടെയും ജീവിതത്തിൽ നാം പരിശോധിച്ച് കടന്നു പോകുമ്പോൾ തമ്പുരാൻ വേഗം വരാൻ ആഗ്രഹിക്കുന്ന വിധവകളാണ്. തമ്പുരാൻ വേഗം പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച് അവൻ്റെ പിന്നാലെ നടക്കുന്ന പോലെ നമുക്ക് തോന്നിപ്പോകും. മനസ്സ് മുഴുവൻ കൊടുത്ത് ദൈവത്തിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന വിധവകൾ. ഇതുപോലെ എൻ്റെ ജീവിതത്തിലും ഞാൻ ദൈവത്തിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം. വിധവകൾ എന്ന് പറയുമ്പോൾ അവർ തനിയെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവളാണ്. അവർക്ക് ആരും ആശ്രയമില്ല, തുണയാകാൻ ആരുമില്ല. സാധിക്കുന്ന വിധത്തിലൊക്കെ പണിയെടുത്ത് ജീവിക്കുന്ന ആ വിധവകളുടെ ജീവിതത്തെ തമ്പുരാൻ അലിവോടെ കാണുകയാ. ഈശോയുടെ കണ്ണ് അവരുടെ മേൽ പതിയപ്പെടുകയാ. ദേവാലയത്തിലെ ഭണ്ഡാരത്തിൽ വലിയ തുക നിക്ഷേപിച്ചവരുടെ മേലല്ലോ അവൻ്റെ കണ്ണ് പതിഞ്ഞത്. ആരൊക്കെ നിസ്സഹായ അവസ്ഥയിൽ അവൻ്റെ മുമ്പിൽ പോയി കൈകൂട്ടിപ്പിടിക്കുന്നോ അവിടെ ഈശോയുടെ കണ്ണുകൾ പതിയും. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ന്യായമിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കാനായിട്ട് ഈശോ ഒന്ന് നിന്നു കൊടുത്തില്ലേ? ഈശോ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് ഈശോ കാണുന്നത്. അവിടെ ഈശോ നിന്നു. എനിക്ക് വേണ്ടി ഈശോ നിൽക്കണം. എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഈശോയെ ഒന്ന് നിർത്താൻ എനിക്ക് പറ്റണം. അതെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള സമർപ്പണത്തിൻ്റെ ആഴത്തിൽ നിന്ന് നിരന്തരമായി ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നതാണ്. എൻ്റെ അവസ്ഥയിലേക്ക് ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി നിൽക്കുന്നൊരു ദൈവമുണ്ട്. സങ്കീർത്തകൻ പറയും, കർത്താവേ, അങ്ങ് തന്നെ എനിക്ക് ജാമ്യം നിൽക്കണം. മറ്റാരാണ് എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കാനുള്ളത്? അതുപോലെ എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കാൻ എൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ഒരു ഈശോയെ ഞാൻ കണ്ടുമുട്ടണം. വലിയ കൂറും വിശ്വസ്തതയും ദൈവത്തോട് ഈ വിധവകൾക്കുണ്ടായിരുന്നു. വലിയ വിശ്വസ്തതയായിരുന്നു. മറ്റൊരിടത്തോട്ടും ഓടിപ്പോയില്ല. പോയതൊക്കെ മുട്ടേണ്ട സ്ഥലത്തേക്ക് മാത്രമാണ് പോയത്. തമ്പുരാൻ്റെ പക്കലേക്ക് മാത്രമേ അവർ തിരിഞ്ഞിട്ടുള്ളൂ. വലിയ കൂറ്, വലിയ വിശ്വസ്തത. ന്യായാധിപൻ, ദുഷ്ടനായ ന്യായാധിപൻ്റെ അടുക്കൽ പോയി മുട്ടുമ്പോഴും അവൾക്കൊരു കാര്യം ഉറപ്പുണ്ട്, എൻ്റെ ദൈവം ഇവനിലൂടെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്. അതുപോലെ വേണം നമ്മളും ചെയ്യാൻ. നമ്മുടെ പ്രതീക്ഷ മുഴുവൻ ദൈവത്തിൻ്റെ പക്കലേക്ക് വെച്ചു കൊടുക്കുക. എനിക്ക് അറിയാം ഒരു കുടുംബത്തെ, ഭർത്താവ് മരിച്ച് 2 മക്കളുമൊക്കെയായി ജീവിക്കുന്ന അമ്മ. ഈ അമ്മ ഒരു മെഡിക്കൽ സ്റ്റോർ നടത്തുകയാണ്. വളരെ തുച്ഛമായ വരുമാനം കിട്ടുന്നത് കൊണ്ടൊക്കെ കാര്യങ്ങളൊക്കെ ഓടിക്കും. 2 മക്കളെയും ഒരുവിധം നല്ല നിലയിൽ പഠിപ്പിച്ച സമയത്ത് ഒരു രാത്രിയിൽ വലിയ മഴ പെയ്ത് ഈ മെഡിക്കൽ സ്റ്റോർ കട മുഴുവനായിട്ട് അടിഞ്ഞ് താണ് വീണുപോയി. പിന്നെ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ മരുന്നുകളെല്ലാം നഷ്ടപ്പെട്ടു, വെള്ളം ഒലിച്ച് മരുന്നുകളെല്ലാം പോയി. അന്ന് രാത്രിയിൽ അടുത്തുള്ള ഒരു വീട്ടിൽ പോയി അഭയം തേടി. അങ്ങനെ മറ്റുള്ളവരുടെ സഹായത്തോടെ വേറൊരു സ്ഥലത്തേക്ക്, പഞ്ചായത്ത് കൂടെ സ്ഥലത്തൊരു വീടൊക്കെ വെച്ച് താമസിക്കാൻ തുടങ്ങി. വീണ്ടും ഇവിടെ ഒരു കട പുതുക്കി പണിയാനായിട്ട് അവർ ശ്രമിക്കുക. ഈ സ്ഥലത്തെ കട പുതുക്കി പണിയാൻ കടങ്ങളും ലോണുകളും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോൾ ഇവർക്കെതിരെ ആ പ്രദേശത്ത് കുറേ പേര് ശത്രുക്കളായിട്ട് നിൽക്കുകയാണ്. വലിയ വേദനയും വിഷമവുമൊക്കെയായെങ്കിലും ചേച്ചി ഒരു ദിവസം പോലും തമ്പുരാൻ്റെ പക്കൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകാതിരുന്നില്ല. അവനോട് ചോദിക്കാതിരുന്നിട്ടില്ല. എല്ലാ ദിവസവും യേശുവിൻ്റെ പക്കൽ ചോദിക്കും, എനിക്ക് നീതി നടത്തി തരണമേ എന്ന്. അങ്ങനെ 7 മാസങ്ങൾ കഴിഞ്ഞു പോയി.
കഴിഞ്ഞ ആഴ്ചയിലാണ് ചേച്ചിക്കൊരു പേപ്പർ കിട്ടുന്നത്. മറ്റെല്ലാ തടസ്സങ്ങളെയും മാറ്റിവെച്ച് പേപ്പർ കിട്ടി, കട പുതുക്കി പണിയാനായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ദൈവം എന്നെ കൈവിടില്ല, ഈ വിധവയ്ക്ക് മറ്റാരുണ്ട് എന്ന്. അത്രമാത്രം വിധവകൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം ഇടപെടുന്നത് കണ്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഈശോയുടെ പക്കൽ മാത്രം അഭയം തേടുക. മറ്റൊരിടത്തും ആശ്രയമില്ല. മറ്റെത്ര കരങ്ങളിങ്ങനെ ചേർന്ന് വന്നാലും കുറച്ച് കഴിയുമ്പോൾ അവിടെയൊക്കെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. പക്ഷേ ഈശോയുടെ കരങ്ങൾക്ക് സ്വാർത്ഥതയില്ല. അവൻ്റെ കരങ്ങൾ വിരിച്ചു വെച്ചിരിക്കുകയാണ് നമുക്ക് വേണ്ടി. ഒറ്റയൊരു കാര്യം, ആത്മാർത്ഥമായ സമർപ്പണം, ആത്മാർത്ഥമായ പ്രാർത്ഥന, ആത്മാർത്ഥമായിട്ട് വിട്ടുകൊടുക്കാൻ നിനക്ക് പറ്റണം, ചോദിക്കാൻ പറ്റണം. നിൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ ഈശോയെ കണ്ടുമുട്ടാൻ അപ്പോൾ നിനക്ക് പറ്റും. നിൻ്റെ ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ച് വെക്കണം. നിനക്ക് വേണ്ടി നിലകൊള്ളുന്ന യേശു അപ്പോൾ നിൻ്റെ കൂടെ വരും. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം മറ്റൊരു വിധവയെ കണ്ടുമുട്ടുന്നു. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 17-ാമത്തെ അധ്യായം 8 മുതലുള്ള വചനങ്ങളിൽ, ഏലിയ സറേഫാത്തിൽ. കർത്താവ് ഏലിയായോട് അരുളി ചെയ്തു, നീ സീദോനിലെ സറേഫാത്തിൽ പോയി വസിക്കുക, അവിടെ നിനക്ക് ഭക്ഷണം തരുന്നതിന് ഞാൻ ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന്. ഏലിയ സറേഫാത്തിലേക്ക് പോയി പട്ടണകവാടത്തിലെത്തിയപ്പോൾ ഒരു വിധവ വിറവ് ശേഖരിക്കുന്നത് കണ്ടു. അവൻ അടുത്തു ചെന്ന് കുടിക്കാൻ ഒരു പാത്രം വെള്ളം തരിക എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രവാചകനായ അഭിഷിക്തനായ ഏലിയായെ തമ്പുരാൻ ഫലമേൽപ്പിക്കാൻ പോകുന്നത്, വരൾച്ചയുടെ കാലഘട്ടത്തിൽ ഫലമേൽപ്പിക്കാൻ പോകുന്നത് ഒരു വിധവയുടെ കരങ്ങളിലാണ്. ഈ വിധവയ്ക്ക് ദൈവത്തോടുള്ള വലിയ താല്പര്യം, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ആശ്രയത്വം, അല്ലെങ്കിൽ അവരുടെ മനസ്സ് ദൈവവുമായി ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിന് പ്രിയപ്പെട്ടവരെ കാത്തു സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് ഒരുക്കി കൊടുക്കാൻ ദൈവം ഈ വിധവയെ ഏൽപ്പിക്കുക. ഇന്ന് എൻ്റെ അടുക്കലേക്ക് ദൈവം ചില വിശിഷ്ടരായ വ്യക്തികളെ, ദൈവത്തിന് പ്രിയപ്പെട്ട അമൂല്യ വ്യക്തികളെ എൻ്റെ പക്കലേക്ക് അയക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ദൈവത്തിൽ നിന്ന് ആശ്രയിച്ച് എന്തെങ്കിലും അവർക്ക് കൊടുക്കാനായിട്ടാണ്. വചനം പറയുന്നു, 1 രാജാക്കന്മാർ 17-ാമത്തെ അധ്യായം 11-ാമത്തെ വചനം, അവൾ വെള്ളം കൊണ്ടുവരാൻ പോകുമ്പോൾ അവൾ അവളോട് പറഞ്ഞു, കുറച്ച് അപ്പവും കൊണ്ടുവരിക. അവൾ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവാണ്, എൻ്റെ കയ്യിൽ അപ്പമില്ല, ആകെയുള്ളത് കലത്തിൽ 1 പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയുമാണ്. ഞാൻ 2 ചുള്ളി വിറക് പെറുക്കുകയാണ്. ഇത് കൊണ്ടുചെന്ന് അപ്പമുണ്ടാക്കി എനിക്കും എൻ്റെ മകനും കഴിക്കണം, പിന്നെ ഞങ്ങൾ മരിക്കും. ഏലിയ അവളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം അതിൽ നിന്ന് ചെറിയ ഒരപ്പമുണ്ടാക്കി എനിക്ക് കൊണ്ടുവരണം, പിന്നെ നിനക്കും മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. എന്തെന്നാൽ താൻ ഭൂമിയിൽ മഴ പെയ്യിക്കുന്നവരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല, ഭരണിയിലെ എണ്ണ വറ്റുകയില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഈ വിധവയോട് അപ്പം ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞു, എണ്ണയൊക്കെ യൂസ് ചെയ്തോളാനൊക്കെ എലിയ പ്രവാചകൻ പറയുന്നുണ്ട്. പക്ഷെ ഒരു കണ്ടീഷൻ പറഞ്ഞു, ആദ്യം ഉണ്ടാക്കുന്ന ഒരപ്പം എനിക്ക് നീ തരണമെന്ന്. വിധവ അതുപോലെ തന്നെ ചെയ്യുന്നതായി നാം കാണുന്നു. പിന്നെ നാം കാണുകയാണ്, ആ കലത്തിലെ മാവ് തീരുന്നില്ല, ആ ഭരണിയിലെ എണ്ണയും തീരുന്നില്ല. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നതായി നാം കാണുന്നു. നമ്മൾ 4 വിധവകളെ പരിചയപ്പെട്ടു. 1-ാമത്തെ വിധവ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്ന വിധവ. 2-ാമത്തെ വിധവ എന്ന് പറയുന്നത് ന്യായാധിപനെ നിരന്തരം മുട്ടിമുട്ടി ശല്യപ്പെടുത്തുന്നൊരു വിധവ. 3-ാമത്തെ വിധവ ന്യായമിലെ തൻ്റെ ഏകപുത്രൻ്റെ ശവമഞ്ചത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ ദൈവത്തിൻ്റെ ദർശനം കിട്ടുന്ന ഒരു വിധവ. പ്രിയപ്പെട്ടവരെ, ഈ 3 വിധവകൾക്കും തമ്പുരാൻ്റെ വലിയ അനുഗ്രഹങ്ങളും ദർശനങ്ങളും കിട്ടി യേശുവിനെ സ്വന്തമാക്കി. ഈ യേശുവിൻ്റെ അതേ അനുഭവം തന്നെ, പിതാവായ ദൈവത്തിൻ്റെ വലിയ സ്നേഹം, സമൃദ്ധിയുടെ സ്നേഹം ഇവിടെ നാം കാണുന്നു സറപ്തയായ വിധവയുടെ അടുക്കലും. ഈ വിധവയ്ക്കും ഉണ്ടായിരുന്ന 1 തരി മാവും വളരെ കുറച്ച് എണ്ണയും മാത്രം, വളരെ കുറച്ച് മാവും 1 പിടി മാവും വളരെ കുറച്ച് എണ്ണയും മാത്രം. അതും തമ്പുരാന് വേണ്ടി ഒന്ന് സമർപ്പിക്കാൻ തയ്യാറായപ്പോൾ ഒരുപക്ഷെ ഞാൻ വിചാരിക്കുകയാ, ആദ്യം ഉണ്ടാക്കുന്ന മാവ് അപ്പം നീ എനിക്ക് തരണമെന്ന് ഏലിയ പ്രവാചകൻ പറഞ്ഞപ്പോൾ മാനുഷികമായി ആ വിധവയ്ക്ക് ചിന്തിക്കാം, ഇനി എവിടെ നിന്ന് മാവുണ്ട്, ഇനി എൻ്റെ മോന് കൊടുക്കാൻ എന്തുണ്ട്, എനിക്ക് കഴിക്കാൻ എന്തുണ്ട് എന്ന്. പക്ഷെ ഒന്നും ചിന്തിക്കാതെ അത് പ്രവാചകന് വേണ്ടി കൊടുക്കാൻ തയ്യാറാകുമ്പോൾ
അവിടെ ഒരു അത്ഭുതം ദൈവം ചെയ്യുകയാണ്. ഇവിടെയും നാം കാണുന്നത് സമർപ്പണമാണ്. ദൈവത്തിന് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു വ്യക്തിയെ നാം കാണുന്നുണ്ട്. ഈ വിധവയുടെ മനോഭാവം നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. സമർപ്പണത്തിൻ്റെ മനോഭാവം, ആശ്രയത്തിൻ്റെ മനോഭാവം, വിളിച്ചപേക്ഷിക്കലിൻ്റെ മനോഭാവം, ചേർത്ത് പിടിക്കുന്ന ഒരു മനോഭാവം, ഇല്ലായ്മയിലും വലിയ ആശ്രയത്വം നമുക്ക് വേണം. ചോദിക്കാനുള്ള ഒരു വലിയ ധൈര്യം. ദൈവമേ, അവൾ പറയുന്നത് എങ്ങനെയാ? വചനം 1 രാജാക്കന്മാർ 17:12 പറയുകയാ, നിന്റെ ദൈവമായ കർത്താവാണേ എന്ന് പറഞ്ഞാണ് ദൈവത്തിൻ്റെ നാമം ഏറ്റു പറഞ്ഞിട്ട്, എൻ്റെ കയ്യിൽ അപ്പമില്ല, ആകെയുള്ളത് കലത്തിൽ ഒരു പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയുമാണ്. ദൈവനാമം ഏറ്റു പറയുകയാണ്. തൻ്റെ ഇല്ലായ്മയിലും ആ ദൈവത്തിൻ്റെ വലിയ നാമം ഏറ്റു പറഞ്ഞിട്ട്, ഇല്ലാത്തത് കൊണ്ടാണ്, തരാൻ ഞാൻ സന്നദ്ധയാണ് എന്നുള്ള തൻ്റെ വലിയ മനോഭാവം അവിടെ ഇറക്കി വയ്ക്കുമ്പോൾ ദൈവം അവൾക്ക് വേണ്ടി ഇടപെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എൻ്റെ ജീവിതത്തിൽ സമൃദ്ധിയുടെ കുറവുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഇന്ന് സമ്പത്തിൻ്റെ കുറവുണ്ടോ? എൻ്റെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ കുറവുണ്ടോ? എൻ്റെ ജീവിതത്തിൽ എന്തിൻ്റെ കുറവാണ് എനിക്കുള്ളത്? അത് മുഴുവൻ ഞാൻ തമ്പുരാൻ്റെ പക്കലേക്ക് കൊടുക്കണം. ഇല്ലായ്മയിൽ അർപ്പിക്കുമ്പോൾ അവൻ സമൃദ്ധി കോരി തരും, അവൻ വാരിക്കോരി തരും. ഈശോ തരുന്ന സമൃദ്ധിയെ ആർക്കും ഉണ്ടെന്ന് വെക്കാനായിട്ട് പറ്റില്ല, തടസ്സപ്പെടുത്താൻ പറ്റില്ല. വലിയ ഒരു കോടീശ്വരനുമായി കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. 50,000 രൂപയുടെ ഒരു പ്രൊജക്റ്റിന് വേണ്ടി ഞാൻ പോകുമ്പോൾ രാവിലെ തമ്പുരാനോട് പറഞ്ഞു, ഈ പ്രൊജക്റ്റെങ്കിലും എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തമ്പുരാൻ്റെ പക്കൽ അർപ്പിച്ചിട്ട് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു കോള് വരികയാണ്. ഈ പ്രൊജക്റ്റ് അല്ല ആവശ്യം, മറ്റൊരു ഇടവകയിൽ പോയി അല്പം ഈശോയുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന്. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഇങ്ങനെ നിന്ന് വിഷമിച്ചപ്പോൾ തോന്നി, ഈ പ്രൊജക്റ്റ് പോകുവാണെങ്കിൽ പൊയ്ക്കോട്ടെ, തമ്പുരാന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ എന്നോർത്ത് ദൈവത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ഇറങ്ങി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അന്ന് വൈകുന്നേരം വിദേശത്തു നിന്നൊരു കോള് വരികയാണ്. ഒരു ഗവൺമെൻറ് പ്രൊജക്റ്റ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് അതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 2 കോടിയായിരുന്നു. അദ്ദേഹം പറയുക, ഇന്ന് എനിക്കുണ്ടായതെല്ലാം ആ 2 കോടിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഇടയാക്കിയത്. ചിലരൊക്കെ 500 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും, ചിലരൊക്കെ 100 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും. എന്നാൽ ഈശോയ്ക്ക് വേണ്ടി, ഈശോയുടെ കാര്യത്തിന് വേണ്ടി നീ ഒരു പടി എടുത്ത് വയ്ക്കുമ്പോൾ, ഒന്ന് സമർപ്പിക്കുമ്പോൾ ബുദ്ധിയില്ലാതൊരു സമർപ്പണമായിരിക്കണം. വിട്ടുകൊടുക്കണം. കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്യുമ്പോൾ നിനക്ക് വേണ്ടി അവൻ തരുന്ന സമൃദ്ധിയെ നിൻ്റെ കണ്ണുകൾക്ക് എണ്ണിത്തീർക്കാൻ പറ്റില്ല, നിൻ്റെ കാതുകൾക്ക് ഗ്രഹിക്കുന്നതിനപ്പുറത്തായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു അനുഭവം, വിട്ടുകൊടുക്കുന്ന ഒരു അനുഭവം ഈശോയുടെ പക്കൽ നമുക്കുണ്ടാവട്ടെ. 1 മിനിറ്റ് ഒന്ന് കണ്ണുകൾ അടച്ച് തമ്പുരാൻ്റെ പക്കൽ പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, എൻ്റെ ജീവിതത്തിൽ എനിക്കുള്ളത് മുഴുവൻ അങ്ങേക്ക് തരികയാണ്. അങ്ങാണ് എനിക്ക് തന്നതൊക്കെ. എൻ്റെ ഇല്ലായ്മയിൽ, എൻ്റെ പോരായ്മകളിൽ, എൻ്റെ കുറവുകളിൽ, വിടവുകളിലൊക്കെ നീയൊന്ന് കടന്നു വരണം. നിൻ്റെ പക്കൽ ഞാൻ സമർപ്പിക്കുകയാണ്, ആശ്രയിക്കുകയാണ്, വിട്ടുതരികയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നെയൊന്ന് കാണുവാൻ, നീ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നൊന്ന് കാണുവാൻ, ഈ വിധവകളെ പോലെ നിൻ്റെ പക്കൽ സറണ്ടർ ചെയ്ത് ആശ്രയിക്കാനുള്ള കൃപ എനിക്ക് തരണം. നിൻ്റെ അത്ഭുതം കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണം. അതിനായി അവിടത്തേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അവിടുത്തെ വലിയ കൃപ എൻ്റെ ജീവിതത്തിൽ ഒഴുകിയിറങ്ങട്ടെ. അങ്ങയുടെ നാമത്തിന് എല്ലാ മഹത്വവും ആരാധനയും സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.